അധികം മസാലകളൊന്നും ചേർക്കാത്ത വളരെ സിമ്പിളായിട്ടുള്ള എന്നാൽ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു പ്രോൺസിൻ്റെ ബിരിയാണി കേട്ടോ ഞാനിവിടെ ഉണ്ടാക്കുന്നത്. ഇതുപോലെ ബിരിയാണി ഉണ്ടാക്കുന്ന വേണ്ടിയിട്ട് ഇത്തിരി വലിപ്പമുള്ള ചെമ്മീൻ എടുക്കുന്ന കേട്ടോ നല്ലത്. ഞാനിവിടെ ഒരു 1/2 കിലോ ചെമ്മീൻ എടുത്ത് നന്നായിട്ടൊന്ന് കഴുകി ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും 1 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും കൂടെ ചേർത്ത് കൊടുത്തിട്ടൊന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കുന്നുണ്ട്. ഇനി നിങ്ങൾക്ക് സമയമില്ലെങ്കിൽ ഇങ്ങനെ മാരിനേറ്റ് ചെയ്ത് വെച്ചില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഞാൻ എന്തായാലും ഒരു 15 മിനിറ്റ് ഇതൊന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കുന്നുണ്ട്. അതുപോലെ ഗാർലിക്കാണ് കേട്ടോ കൂടുതൽ എടുക്കേണ്ടത്. ഇനി ഒരു പാനിലേക്ക് ഞാൻ കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്തു. എണ്ണ ചൂടായി വരുമ്പോൾ അതിലേക്ക് മസാലകളായ കറുവാപ്പട്ട, ഏലക്ക, ഗ്രാമ്പു, തക്കോലം, പിന്നെ കുറച്ച് കുരുമുളക് ഇതെല്ലാം കൂടെ ഇട്ടെടുത്ത് ഒരു 10-15 സെക്കൻഡ് നേരം ഒന്ന് വഴറ്റിയെടുത്തു. അതിനുശേഷം ഒരു 3 വലിയ സവാള ഇതുപോലെ കനം കുറച്ച് അരിഞ്ഞിട്ട് കൊടുത്തു. അതും കൂടി ഒന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ ഇതുപോലെ ചേർക്കുമ്പോൾ എണ്ണയ്ക്ക് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ ബട്ടറോ ഗീയോ ഒക്കെ ചേർക്കാം കേട്ടോ. ഇനി ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്ത് നമുക്കിത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഏകദേശം ഒരു പകുതി വഴന്ന് വരുമ്പോഴേക്കും ഇതിലേക്ക് ഞാൻ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഉണ്ടാക്കുമ്പോഴേക്കും ഗാർലിക്ക് കൂടുതൽ എടുക്കണം കേട്ടോ. ജിഞ്ചർ കുറച്ച് മതി. ഇതുപോലെ ബിരിയാണി കേക്ക് ഉണ്ടാക്കാനായിട്ട് ഗാർലിക്കിൻ്റെ ടേസ്റ്റ് മുമ്പിൽ നിൽക്കുന്നതായിട്ട് നല്ലത്. ഇഞ്ചിയുടെ ആ കുത്തൽ ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ. ഇനി ഇതെല്ലാം കൂടെ കൂടി നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അതുപോലെ തന്നെ ഈ സവാള നല്ലതുപോലെ വഴറ്റിയെടുക്കണം. എന്നാലാണ് നല്ല തിക്കായിട്ടുള്ള ഗ്രേവി കിട്ടത്തുള്ളൂ, നല്ല ടേസ്റ്റും കിട്ടത്തുള്ളൂ കേട്ടോ. ഞാൻ ഇതുപോലെ നന്നായിട്ട് വഴറ്റിയെടുത്തിട്ട് ഒരു 4/1 ഭാഗമാവും. ആ അത്രയ്ക്കും നമ്മളിട്ട സവാള അത്രയും ചുങ്ങി വരണം. അതുപോലെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണേ. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് പൊടികൾ ചേർത്ത് കൊടുക്കാം. ഞാൻ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും 1 ടേബിൾ സ്പൂൺ അധികം എരിവില്ലാത്ത മുളക് പൊടി ചേർത്ത് കൊടുത്തു. പിന്നെ 2 ടേബിൾ സ്പൂൺ മീറ്റ് മസാല, പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂണോളം കുരുമുളകിൻ്റെ പൊടിയും ചേർത്ത് കൊടുത്ത് ഞങ്ങളുടെ ചേർത്ത് കൊടുത്ത് നമുക്ക് നന്നായിട്ട് 2-3 മിനിറ്റ് നേരം ഒന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ ഇതിലേക്ക് വേറെ ഗരം മസാല ഒന്നും നമ്മൾ ചേർത്ത് കൊടുക്കുന്നില്ല കേട്ടോ. നമ്മൾ ആദ്യമേ ഇട്ട ഗരം മസാല കൂട്ട് മാത്രമേ ഉള്ളൂ. ഗരം മസാലയുടെ പൗഡർ ഒത്തിരി ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ ബിരിയാണി ടേസ്റ്റൊക്കെ മാറിപ്പോവും, ഭയങ്കര മസാലയുടെ കുത്തലും ഉണ്ടാവും. അപ്പോൾ അത് ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. ഈ മസാല എല്ലാം ഒന്ന് മൂത്ത് വരുമ്പോഴേക്കും ഇതിലേക്ക് നന്നായിട്ട് പഴുത്ത ഒരു വലിയ തക്കാളി ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു 5 പേർക്ക് കഴിക്കാനുള്ള ബിരിയാണിയാണ് കേട്ടോ ഞാനിവിടെ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതെല്ലാം കൂടെ കൂടി ഒന്ന് മിക്സ് ചെയ്ത് ഇതൊന്ന് വേകാൻ വെക്കാം. തക്കാളി ഇവിടെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. നന്നായിട്ടൊരു സ്പൂൺ കൊണ്ട് ഉടച്ചെടുക്കണം. നല്ലതായിട്ട് തക്കാളി ഒന്നും കാണത്തില്ലാത്ത പോലെ നല്ലതുപോലെ ഉടച്ചെടുക്കുക. അതിനുശേഷം നമ്മളിവിടെ നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന പ്രോൺസ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. പ്രോൺസിൽ നമ്മൾ ഉപ്പൊക്കെ ഇട്ടതുകൊണ്ട് വേറെ ഉപ്പൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. ഇനി ഇതിലേക്ക് കുറച്ചേറെ പുതിനയും മല്ലിയിലയും കൂടെ ചോപ്പ് ചെയ്ത് അതും കൂടെ ഇട്ട് കൊടുക്കാം. പിന്നെ ഇത് ഈ മസാലക്കകത്തേക്ക് ഇത് ഇല ഇട്ട് കൊടുക്കുന്ന ടേസ്റ്റ് നമ്മൾ ചിലത് ചോറിനകത്തേക്ക് ഇട്ട് കൊടുക്കും റൈസ് വേവിച്ചിട്ട്. പക്ഷേ അതിനെക്കാട്ടിൽ ടേസ്റ്റും അതുപോലെ തന്നെ പിള്ളേരൊന്നും എടുത്ത് കളയത്തൊന്നുമില്ല. എല്ലാം നന്നായിട്ടൊന്നും വെന്തലിഞ്ഞ് ആ പ്രോൺസിലേക്ക് എൻ്റെ മസാലയെല്ലാം പിടിച്ച് കഴിയുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ പുതിനയും മല്ലിയൊക്കെ ഇട്ട് കൊടുക്കുമ്പോഴേക്കും ഈ ഒരു സമയത്ത് ഇട്ട് കൊടുക്കുന്നതാണ് കേട്ടോ നല്ലത്. ഇതൊന്ന് മൂടി വെച്ച് ഒരു 2 മിനിറ്റ് നേരം ചെറുതീയിലൊന്ന് വേവിച്ച് കഴിയുമ്പോഴേക്കും ഇതിനകത്തേക്ക് വെള്ളമൊക്കെ പതുക്കെ ഇറങ്ങി വരും. ഈ ഒരു സമയം ഞാൻ ഇതിലേക്ക് 1/2 കപ്പ് തൈര് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടെ കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ തൈര് ചേർക്കുമ്പോഴല്ലോ നന്നായിട്ട് ഗ്രേവി നല്ല തിക്കുമാകും, നല്ലൊരു ടേസ്റ്റുമാണ്. പിന്നെ അധികം എരിവും ഉണ്ടാകത്തില്ല. അപ്പോൾ ഈ ബിരിയാണിയൊക്കെ ഉണ്ടാക്കുമ്പോൾ ചിക്കൻ ബിരിയാണി ആയാലും ഇതേ രീതിയിൽ ഉണ്ടാക്കിയാൽ നല്ലതാണ് കേട്ടോ. അപ്പോൾ ഇതൊന്ന് ഏകദേശം ഒരു 10 തൊട്ട് 12 മിനിറ്റ് നേരമാണ് ഞാൻ ഇത് വേവിച്ചെടുത്തിരിക്കുന്നത്. നമുക്കറിയാം പ്രോൺസ് ഒരുപാട് വേവിച്ചെടുത്ത് കഴിഞ്ഞാൽ അത് റബ്ബർ പോലെ ആയിപ്പോൾ. അപ്പോൾ ഇത് ഇത്രയും ഒരു സമയമായി കഴിയുമ്പോൾ നമ്മുടെ ഈ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മളിത് വേവിക്കുമ്പോൾ ഒരു തരി പോലും വെള്ളം ചേർത്തിട്ട് കേട്ടോ. ഒട്ടും വെള്ളം ചേർക്കരുത്. വെള്ളമൊക്കെ ചേർത്ത് കഴിഞ്ഞാൽ നമ്മുടെ ഈ മസാലക്കൂട്ടിൻ്റെ ടേസ്റ്റൊക്കെ അങ്ങോട്ട് മാറിപ്പോകും കേട്ടോ. ഈ ഒരു പരുവാകുമ്പോഴേക്കും നന്നായിട്ടൊന്ന് കുറുകി വന്നിട്ടുണ്ട് ചാറ്. ഈ സമയമാകുമ്പോൾ നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാവുന്നതാണ്. ഇനി വേറൊരു പാത്രം, നല്ല ചൂട് കട്ടിയുള്ളൊരു പാത്രം വെച്ച് കൊടുക്കാം. അതിലേക്ക് ഞാൻ കുറച്ച് ഗീ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഈ ഗീ ഞാൻ കാഷ്നട്ടും കിസ്മസൊക്കെ ഫ്രൈ ചെയ്തുകൊണ്ടാണ് കേട്ടോ ഈ കളറ്. സ്റ്റൗ ഓഫ് ചെയ്ത ശേഷമാണ് ഞാനിതെല്ലാം ഇങ്ങനെ ചെയ്യുന്നത്. ഇതിൻ്റെ അടിയിലേക്ക് ഒരു ലെയർ കുക്ക് ചെയ്ത റൈസ് ഇട്ട് കൊടുത്തു. പിന്നെ നമ്മുടെ ഈ പ്രോൺ മസാല അത് ചേർത്ത് കൊടുത്തു. അങ്ങനെ പല ലെയറായിട്ട് നമുക്കിത് എടുക്കാം. അത് അരി ഞാൻ വേവിച്ചപ്പോഴേക്കും 1 മണിക്കൂറോളം ഒന്ന് കുതിർത്ത ശേഷമാണ് അരി വേവിച്ചത്. അപ്പം അരിക്ക് നല്ല നീളവും കിട്ടും, പെട്ടെന്ന് പൊടിഞ്ഞു പോകത്തില്ല കേട്ടോ. അതുപോലെ തന്നെ അരി വേവിച്ച ശേഷം നന്നായിട്ട് തണുത്ത് കഴിഞ്ഞിട്ടാണ് ഞാൻ ഇതുപോലെ ലെയറായിട്ട് വെക്കുന്നത്. അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ബിരിയാണിക്കൊരു പ്രത്യേക ടേസ്റ്റുമാണ്, പിന്നെ പൊട്ടിപ്പോകത്തില്ല. ഇതെല്ലാം ഞാൻ ഇതുപോലെ ലെയറായിട്ട് ഇങ്ങനെ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മേലിലേക്ക് കുറച്ച് മല്ലിയും പുതിനയിലയും കൂടെ ഇട്ട് കൊടുത്തു. പിന്നെ കുറച്ച് കാഷ്നട്ടും കിസ്മസും ഫ്രൈ ചെയ്ത് അതും കൂടെ എൻ്റെ മേലിലേക്ക് ഇട്ട് കൊടുത്തു. ഇനി ഉള്ളി സവോള ഫ്രൈ ചെയ്ത് നിങ്ങൾക്ക് മേളിൽ ഇടണമെങ്കിൽ ഇടാൻ കേട്ടോ. അതിഷ്ടമുള്ളവർക്ക് അങ്ങനെയും ചെയ്യാം. ഇതെല്ലാം ഒന്ന് നന്നായിട്ട് സെറ്റ് ചെയ്ത ശേഷം നമുക്ക് സ്റ്റൗ ഓൺ ചെയ്യാവുന്നതാണ്. ലോ ഫ്ലെയിമിൽ ഒരു
7 തൊട്ട് 10 മിനിറ്റ് നേരം നമുക്കിത് നന്നായിട്ടൊന്ന് ആവി കയറി വേണം ദം ചെയ്തെടുക്കാം. അതിനുശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. നമ്മുടെ പ്രോൺ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അതുപോലെ തന്നെ ഈ പ്രോൺ മസാലകൾ നിങ്ങൾക്ക് കുറച്ച് ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ ആവശ്യമുള്ളപ്പം ചോറുമായിട്ട് ഇടയ്ക്ക് മിക്സ് ചെയ്ത് കഴിക്കാൻ നല്ലതാണ് കേട്ടോ. ഇതുപോലെ കുക്ക് ചെയ്ത് ഫ്രിഡ്ജിൽ കീപ്പ് ചെയ്താൽ മതി. പിന്നെ ആവശ്യമുള്ളപ്പം കുറച്ച് റൈസ് കുക്ക് ചെയ്ത് നമുക്കിതുപോലെ പെട്ടെന്നൊരു ബിരിയാണി ഉണ്ടാക്കാനും പറ്റും കേട്ടോ. അപ്പോൾ സിമ്പിളായിട്ടുള്ള രീതിയിൽ എന്നാൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ബിരിയാണിയാണ്. അപ്പോൾ ഇതുപോലെ പ്രോൺസ് മേടിക്കുമ്പോൾ നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ.